പിച്ചക്കാരിൽ തന്നെ ഒരു ആള് ദൈവമായിട്ട് വരികയാണ്. ഇതാണ് ഈ പടത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് വളരെ മികച്ച രീതിയിൽ ഈ സിനിമ കുറച്ചും കൂടെ നല്ല ഡെവലപ്പ് ആക്കാമായിരുന്നാണ് എൻ്റെ തോന്നൽ. ധനുഷിനെയൊക്കെ സംബന്ധിച്ച് അറിയാലോ, നല്ലൊരു ആക്ടറാണ്. അപ്പോൾ പിച്ചക്കാരുടെ ദൈവമായിട്ട് നമ്മുടെ ധനുഷ് മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ സിനിമ വിജയിക്കേണ്ടത് നമ്മളുടെയും കൂടെ ആവശ്യമാണ്. കാരണം നമ്മളൊക്കെ പിച്ചക്കാരാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥ ലോബിക്കും എതിരായിട്ടുള്ള സിനിമ തന്നെയാണ്. കാരണം ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് ഇത് മാറുന്നത്. കാരണം ഇത് വളരെ വിമർശിക്കേണ്ട ഒരു വേറെ രീതിയിൽ എടുക്കേണ്ട മൂവിയാണ്. പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയും അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് സെൻസർ ബോർഡ് തുടങ്ങിയിട്ടുള്ള ആധികാരികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ട് സിനിമയെ ബ്രേക്ക് ചെയ്യും. പക്ഷേ അത് ഇങ്ങനൊരു കൺസെപ്റ്റ് എടുത്തുകൊണ്ട് പിച്ചക്കാരിലൂടെ തന്നെ ഒരു പിച്ചക്കാരൻ്റെ ദൈവമാക്കി എടുത്ത ഇത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ഉദ്യോഗസ്ഥ ലോബിക്കും എതിരായിട്ടുള്ള സിനിമ തന്നെയാണ് ഈ സിനിമ. എന്തായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നല്ല പടം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പടമാണ്. ഭയങ്കര ഇമോഷണലാണ്. നല്ല പടം, സൂപ്പർ. നോക്കണ്ട, നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പടം കാണാം. ധനുഷ് അടിപൊളിയായിട്ട് ധനുഷ് ചെയ്തിരുന്നത്. പിന്നെ ഇതിനകത്ത് വില്ലൻ കഥാപാത്രം ചെയ്തു. നാഗാർജുന നല്ല പടം, കുഴപ്പമില്ല. നന്നായിട്ട് ഒരു മാസ് കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ട പടം. അവിടെ കുഴപ്പമില്ല. ഇല്ല, അങ്ങനെ ഒരു താട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ തെലുങ്ക് പടമാണല്ലോ. പക്ഷേ തെലുങ്ക് പടത്തിനെ പോലെ മായൻ വരുന്ന വലിയ മാസ് സീനോ അങ്ങനെയൊന്നുമല്ല. ഇത് ഒരു ഒറിജിനാലിറ്റി കൊണ്ടാണ് പടം എടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, നല്ല പടം കാണാൻ. ഒരു എൻ്റർടൈനറാണ്. നല്ല പടം.